ഒരാഴ്ച ഇവിടെ ഇല്ലെന്നും പറഞ്ഞേ ഞാൻ വരുമ്പോ ഇവിടെ വല്ല വേണ്ടാതിനെ കാണിച്ചു വെച്ചാൽ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാല്ലേ. വാരിയിട്ട് കത്തിച്ചു കളഞ്ഞ എല്ലാം കൂടെ. അതെ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇവളെന്തോ നീ പറയുന്നു? അതാ പറഞ്ഞത് ഞാനിവിടെ ഒരാഴ്ച കാണത്തില്ല എന്ന്. എന്റെ അമ്മയ്ക്ക് സുഖല കിടക്കുവന്ന്. ഞാൻ വീട്ടിലോട്ട് പോവുക. ഒരാഴ്ച പോയി നിക്കണോ? ആ ഒരാഴ്ച വേണം. അമ്മയും കൊണ്ട് ആഴ്ചയിലൊക്കെ പോകാനുള്ളത്. അപ്പൊ ഒരാഴ്ച നീ പോയി നിന്നാ ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാവും? ആ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഹോട്ടലിൽ നിന്ന് വല്ലതും മേടിച്ചു കഴിച്ചാൽ മതി. ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി, പക്ഷെ ഒരാഴ്ച രാത്രി നീ ഇല്ലാതെ ശരിയാവത്തില്ലടി. അത് സാരമില്ല. അപ്പുറത്തെ രമണി ചേച്ചി വിളിച്ച് കിടത്തിയാൽ മതി. അതെ എടി, രമണി ചേച്ചിയെ വിളിച്ചു കിടത്താൻ രമണി ചേച്ചിയുടെ ഭർത്താവ് സമ്മതിക്കുവോ? അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ ചേച്ചിയുടെ ചേട്ടനോട് വിളിച്ച് പറഞ്ഞോളാം. എന്നാലേ ബീനെ, നീ ഒരു കാര്യം ചെയ്യ്. ഒരാഴ്ച എന്നുള്ളതേ നീ 1 മാസം കഴിഞ്ഞ് വന്നാ മതി. അമ്മയുടെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. നിങ്ങൾ എന്ത് മനുഷ്യ പറഞ്ഞേ? അതേ മോളെ, ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് നീ ഹോസ്റ്റലിൽ നിന്ന് വന്നാൽ മതി. ആരെയും വിളിച്ച് കൂട്ടുകടത്തിയൊന്നും വേണ്ട. നിങ്ങൾ എന്താ മനുഷ്യ പറഞ്ഞത്? ഞാൻ എൻ്റെ മോളെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആരെ വിളിച്ച് കിടത്തുന്ന കാര്യമാണ് പറഞ്ഞത്? ഞാൻ ഒരാഴ്ച ഇവിടെ ഇല്ലെന്നും പറഞ്ഞേ ഞാൻ വരുമ്പോൾ ഇവിടെ വല്ല വേണ്ടാതിനെ കാണിച്ചു വെച്ചാൽ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാല്ലേ. വാരിയിട്ട് കത്തിച്ചു കളഞ്ഞ എല്ലാം കൂടെ. നാണമില്ലാത്ത മനുഷ്യൻ രമണിയെ കൂട്ടിടക്കാൻ വിളിക്കുന്നു. ഈശ്വരാ, ഇപ്പൊ പണി പാളിയാനെ. അവള് കൊച്ചിനോടായിരുന്നു സംസാരിച്ചത്.